Dear 9th standard students, are you not remembering Tarun, the hero of the story, The Race? Then what happened to him? He was sitting on a bench in the park and he was panting heavily. Suddenly he heard a strange voice. Why are you panting heavily? He turned to his left and he saw a man of about 60. Tarun replied in a depressed tone, I failed in 2 subjects. The man relieved him by saying that life is full of ups and downs. You are one of the best runners I have ever seen. Congratulations. And the man continued, I am Ram Narayan. On hearing these words, Tarun looked at him surprisingly and asked, are you the same Ram Narayan who won an Olympic medal in the 400-meter race in the 1960s? His reply came soon, yes. Meeting with Ram Narayan was the turning point in Tarun's life. Dear students, God's blessings are mysterious. God appears before us in many forms. Here God itself might have appeared before Tarun in the form of Ram Narayan. Yes, suddenly he heard a voice at his elbow, what is it, son? Tarun turned to his left and there sat a man of about 60. The Race എന്ന് പറയുന്ന പാഠത്തിൽ തരുണാണ് ഹീറോ. തരുൺ പഠിത്തത്തിൽ യാതൊരുവിധ താല്പര്യവും ഉണ്ടായിരുന്നില്ല. അവൻ്റെ മൂത്ത സഹോദരൻ എൻജിനീയറിങ്ങിൽ ബിരുദം ചെയ്യുകയായിരുന്നു. അവനാണ് ആ കുടുംബത്തിന് അഭിമാനമുണ്ടാക്കിയത്. പക്ഷേ തരുൺ ഒരു ഓട്ടക്കാരൻ എന്ന നിലയിൽ അവൻ അനുഗ്രഹിക്കപ്പെട്ടിരുന്നു. അവൻ അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്യാൻ തയ്യാറായിരുന്നു. ഏറ്റവും വലിയ ഓട്ടക്കാരനായി തീരുക എന്തായിരുന്നു അവൻ്റെ സ്വപ്നം. പക്ഷേ അവൻ്റെ സ്വപ്നത്തിന് തടസ്സമായിട്ട് 2 പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ടായിരുന്നു. ഒന്ന്, അവൻ്റെ രക്ഷിതാക്കൾ അവൻ്റെ ഓട്ടത്തെ വെറുത്തു. രണ്ടാമത്, സാമ്പത്തിക പ്രയാസങ്ങളായിരുന്നു. ഒരിക്കൽ അവൻ ടെർമിനൽ എക്സാമിനേഷൻസിൽ പരാജയപ്പെട്ടപ്പോൾ അവൻ്റെ രക്ഷിതാക്കൾ അവനോട് ദേഷ്യം പിടിച്ചു. അവൻ്റെ സുഹൃത്തുക്കൾ അവനെ കളിയാക്കി. ഈ സമയത്ത് അവൻ പാർക്കിന് ചുറ്റിലും ഓടി. തളർന്നപ്പോൾ പാർക്കിന് സമീപത്ത് ഉള്ള ബെഞ്ചിലേക്ക് ഇരുന്നു കിതയ്ക്കാൻ തുടങ്ങി. അവിടം വരെ കഴിഞ്ഞ ക്ലാസ് നമ്മൾ എടുത്തു കഴിഞ്ഞു. ഇനി അടുത്ത ഭാഗത്തിലേക്ക് പോകാം. പെട്ടെന്നാണ് അവനൊരു ശബ്ദം കേട്ടത്. ഇടതു ഭാഗത്തു നിന്നാണ് ശബ്ദം കേട്ടത്. എന്താണ് ഇത് മകനെ, എന്താണിത് മകനെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ഇങ്ങനെ കിതയ്ക്കുന്നത് എന്നാണ്. ശബ്ദം കേട്ട ഭാഗത്തേക്ക്, ഇടതു ഭാഗത്തേക്ക് അവൻ തിരിഞ്ഞു നോക്കിയപ്പോൾ അവൻ 60 വയസ്സ് പ്രായമുള്ള ഒരു മനുഷ്യനെ കണ്ടു. ഏതാണ്ട് 60 വയസ്സ് പ്രായമുള്ള ഒരു മനുഷ്യനെ കണ്ടു. തരുൺ ടേൺ ടു ഹിസ് ലെഫ്റ്റ് ആൻഡ് ദർ സാറ്റ് എ മാൻ ഓഫ് അബൌട്ട് 60. ഐ ഫെയിൽഡ് ഇൻ 2 സബ്ജക്ട്സ്, ഹി റിപ്ലൈഡ് ഇൻ എ ഡിപ്രസ്ഡ് ടോൺ. വളരെ ദുഃഖസ്വരത്തിൽ അവൻ മറുപടി പറഞ്ഞു, സർ, ഞാൻ 2 വിഷയങ്ങളിൽ പരാജയപ്പെട്ടു പോയി. ദ മാൻ സ്മൈൽഡ് സിമ്പതറ്റിക്കലി ആൻഡ് സെഡ്, ലൈഫ് ഈസ് ഫുൾ ഓഫ് അപ്സ് ആൻഡ് ഡൗൺസ് മൈ ബോയ്. ആ മനുഷ്യൻ സഹതാപത്തോടു കൂടി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ജീവിതമെന്ന് പറയുന്നത് കയറ്റിറക്കങ്ങളുടേതാണ്. ജീവിതത്തിൽ സന്തോഷവും ദുഃഖവും ഉണ്ടാകും. ജീവിതത്തിൽ കയറ്റങ്ങളും ഇറക്കങ്ങളും ഉണ്ടാകും എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ പരാജയവും അതുപോലെ തന്നെ വിജയവും എല്ലാം ഉണ്ടാകും എന്ന് അദ്ദേഹം ഉദ്ദേശിക്കുന്നു. ബൈ ദ വേ, ഐ ആം രാം നാരായൺ ആൻഡ് യു ആർ വൺ ഓഫ് ദ ബെസ്റ്റ് റണ്ണേഴ്സ് ഐ ഹാവ് എവർ സീൻ. ഞാൻ രാം നാരായണനാണ് കുട്ടിയെ. ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും നല്ല ഓട്ടക്കാരനാണ് നീ. ഇത് കേട്ടപാട് രാം നാരായൺ വളരെ ആശ്ചര്യത്തോടു കൂടിയാണ് അവൻ ചോദിക്കുന്നത്, ആർ യു ദ സെയിം രാം നാരായൺ ഹൂ വൺ ആൻ ഒളിമ്പിക് മെഡൽ ഇൻ ദ 400-meter റേസ് ഇൻ ദ 1960s? 1960കളിൽ
400 മീറ്റർ ഓട്ട മത്സരത്തിൽ ഒളിമ്പിക് മെഡൽ നേടിയ അതേ രാംനാരായൺ തന്നെയാണോ ഇത് എന്ന് തരുൺ വളരെ ആശ്ചര്യത്തോടു കൂടി ചോദിച്ചു. തരുൺ കുഡ് നോട്ട് ഹൈഡ് ഹിസ് എക്സൈറ്റ്മെൻറ്റ് മീൻസ് സ്പിരിറ്റ്. അവൻ്റെ ആവേശം മറച്ചു വെക്കാൻ കഴിഞ്ഞില്ല. യെസ്, പാറ്റ് കെയിം ദ റിപ്ലൈ. മറുപടി ഉടനെ തന്നെ വന്നു. തരുൺ വാസ് ഡാസിൽഡ് മീൻസ് ബ്ലിങ്ക്ഡ്. തരുൺ അന്താളിച്ചു പോയി. സൺ, ഐ ഹാവ് ബീൻ വാച്ചിങ് യു ഫോർ ദ പാസ്റ്റ് 45 മിനിറ്റ്സ് കണ്ടിന്യൂഡ് രാംനാരായൺ, ആൻഡ് ഐ സീ എ ഗുഡ് ഫ്യൂച്ചർ ഇൻ യു. കഴിഞ്ഞ 45 മിനിറ്റ് നേരമായി ഞാൻ നിന്നെ വീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് കുട്ടിയെ. എനിക്ക് നിന്നിൽ നല്ല ഭാവി കാണാൻ കഴിയുന്നു എന്നും പറഞ്ഞു. തരുൺ കുഡ് നോട്ട് ഹെൽപ്പ് ബട്ട് ബ്ലഷ്. തരുൺ ഒന്നും മിണ്ടാൻ കഴിഞ്ഞില്ല. എന്നാൽ അവൻ്റെ മുഖം വല്ലാതെ ചുവന്നു തുടുത്തു. ഓൾ യു നീഡ് ടു കീപ്പ് ദാറ്റ് പാഷൻ ബേണിങ് ഇൻ യു ആൻഡ് നെവർ ഗിവ് അപ്പ്. നീ ആകപ്പാടെ ചെയ്യേണ്ടത് നിന്നിൽ ഇപ്പോൾ ജ്വലിക്കുന്ന വികാരം കാത്തു സൂക്ഷിക്കുക എന്നതാണ്. അതൊരിക്കലും നീ ഉപേക്ഷിക്കരുത്. ഹാവ് യു ജോയിൻഡ് സം ട്രെയിനിങ് സ്കൂൾ? ദ മാൻ എൻക്വയേർഡ്. നീ ഏതെങ്കിലും ട്രെയിനിങ് സ്കൂളിൽ ചേർന്നിരുന്നോ? ആ മനുഷ്യൻ അന്വേഷിച്ചു. തരുൺസ് സ്മൈൽ ഫെയ്ഡഡ് ആൻഡ് ഹീ സീംഡ് ഡിസ്ട്രോട്ട്. എ ട്രെയിനിങ് സ്കൂൾ ഈസ് വെരി എക്സ്പെൻസീവ്. തരുൺ സ്മൈൽ ഫെയ്ഡഡ്. തരുണിൻ്റെ പുഞ്ചിരി മാഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. ഈ സമയത്ത് അവന് വല്ലാതെ ദുഃഖം തോന്നി. ട്രെയിനിങ് സ്കൂൾ എന്ന് പറയുന്നത് വലിയ ചിലവുള്ള ഒരേർപ്പാടായിരുന്നു. സർ, ഐ ആം അൺഎംപ്ലോയിഡ്, തരുൺ സെഡ്, ഫീലിംഗ് ഹാപ്പി ദാറ്റ് ഹീ കുഡ് ജോക്ക് ഈവൻ ഇൻ ദീസ് സർക്കംസ്റ്റാൻസസ്. തരുൺ പറഞ്ഞു, ഐ ആം അൺഎംപ്ലോയിഡ്, ഞാൻ തൊഴിലില്ലാത്തവനാണ് സർ എന്ന് പറഞ്ഞു. അതായത് ഈ ഒരു സാഹചര്യത്തിൽ പോലും അവന് തമാശ പറയാൻ പറ്റുന്നു എന്നതിൽ ഒരു ചെറിയൊരു സന്തോഷം തോന്നിക്കൊണ്ടാണ് അവൻ അങ്ങനെ ഒരു മറുപടി പറഞ്ഞത്. ബട്ട് രാംനാരായൺ സീംഡ് പ്രെറ്റി സീരിയസ്. ഐ വിൽ ട്രെയിൻ യു ഇഫ് യു വാണ്ട്, ബട്ട് ഐ പുട്ട് ഫോർവേഡ് എ കണ്ടീഷൻ. രാംനാരായൺ കുറേ കൂടി ഗൗരവത്തിലായി. നിനക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ നിന്നെ പരിശീലിപ്പിക്കാം, പക്ഷേ ഞാൻ ഒരു കണ്ടീഷൻ മുന്നോട്ട് വെക്കുന്നുണ്ട്. ഉടനെ തന്നെ തരുൺ ആകാംക്ഷയോടുകൂടി ചോദിക്കുകയാണ്, വാട്ട്സ് യുവർ കണ്ടീഷൻ? തരുൺസ് വോയിസ് ഷോഡ് ക്യൂരിയോസിറ്റി ആൻഡ് ആങ്സൈറ്റി. എന്താണ് നിങ്ങളുടെ കണ്ടീഷൻ? തരുൺ ആകാംക്ഷയോടുകൂടിയും ഉത്കണ്ഠയോടുകൂടിയും ചോദിച്ചു. ദർ ഈസ് എ റേസ് ഓൺ ചിൽഡ്രൻസ് ഡേ അറ്റ് ദ നെഹ്റു സ്റ്റേഡിയം. ചിൽഡ്രൻ ഓഫ് യുവർ ഏജ് ആർ കോമ്പീറ്റിംഗ് ദർ. ശിശുദിനത്തിൻ്റെ അന്ന് നെഹ്റു സ്റ്റേഡിയത്തിൽ വെച്ച് ഒരു ഓട്ട മത്സരമുണ്ട്. നിൻ്റെ അതേ പ്രായത്തിലുള്ള കുട്ടികളാണ് അവിടെ മത്സരിക്കുന്നത്. ഇഫ് യു പാർട്ടിസിപ്പേറ്റ് ആൻഡ് വിൻ ദാറ്റ് റേസ്, ഐ പ്രോമിസ് ഐ വിൽ സ്റ്റാർട്ട് ട്രെയിനിങ് യു, സെഡ് രാംനാരായൺ. നീ അതിൽ പങ്കെടുത്ത് വിജയിക്കുകയാണെങ്കിൽ ഞാൻ സത്യം ചെയ്യുകയാണ്, അന്നു മുതൽ ഞാൻ നിന്നെ പരിശീലിപ്പിക്കും. ദാറ്റ് ഈസ് നോ ബിഗ് ഡീൽ. ഐ ക്യാൻ ഡു ഇറ്റ്, കാണ്ട് ഐ? തോട്ട് തരുൺ. ഐ വിൽ സർ, ഹീ ഹേർഡ് ഹിംസെൽഫ് സെയിങ് വിത്ത് കംപ്ലീറ്റ് കൺവിക്ഷൻ. ദാറ്റ് ഈസ് നോ ബിഗ് ഡീൽ. അതത്ര വലിയ കാര്യമൊന്നുമല്ല, എനിക്ക് കഴിയില്ലേ? അങ്ങനെ തരുൺ ചിന്തിച്ചു. അവങ്ങനെ സ്വയം ഉറച്ച വിശ്വാസത്തോടുകൂടി ഇങ്ങനെ പറയുന്നത് അവൻ കേട്ടു. ഫൈൻ ബോയ്, ഇറ്റ് ഈസ് മൈ ജോബ് ടു ഗെറ്റ് യു എൻട്രി ഇൻ ദാറ്റ് റേസ് ആൻഡ് റിമെമ്പർ യുവേഴ്സ് ടു വിൻ ഇറ്റ്. നിന്നെ ആ ഓട്ട മത്സരത്തിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നത് എൻ്റെ ഡ്യൂട്ടിയാണ്. നിൻ്റേത് അതിൽ വിജയിക്കുക എന്നതാണ്. ടെൽ മീ, വാട്ട്സ് യുവർ നെയിം? ആസ്ക്ഡ് രാംനാരായൺ. എന്നോട് പറ, നിൻ്റെ പേരെന്താണെന്ന് പറയൂ, രാംനാരായൺ ചോദിച്ചു. തരുൺ കപൂർ സർ. ഈ കുട്ടി തൻ്റെ പേര് തരുണാണെന്ന് മറുപടി പറഞ്ഞു. തരുൺ, ഐ വിൽ മീറ്റ് യു ഹിയർ ആഫ്റ്റർ 5 days to give you your participation card. All the best, said രാംനാരായൺ and left. തരുൺ, ഞാൻ ഇവിടെ വന്ന് 5 ദിവസത്തിന് ശേഷം
നിന്നെ കാണും നിൻ്റെ പാർട്ടിസിപ്പേഷൻ കാർഡ് നൽകാൻ വേണ്ടി. നിനക്ക് എല്ലാവിധ വിജയാശംസകളും. ഇത് പറഞ്ഞുകൊണ്ട് ആ പാർക്ക് വിട്ട് പോവുകയാണ് രാംനാരായൺ. ഓൺ ദ വേ ഹോം തരുൺ തോട്ട് ദാറ്റ് ഇഫ് ഹിസ് ഫാദർ ഹാഡ് നോട്ട് സ്കോൾഡഡ് ഹിം ഹി വുഡിൻറ്റ് ഹാവ് ഗോട്ട് ദിസ് ഓപ്പർച്യൂണിറ്റി. വീട്ടിലേക്ക് ഉള്ള വഴിയിൽ വെച്ച് തരുൺ ഇങ്ങനെ ചിന്തിച്ചു, അവൻ്റെ അച്ഛൻ അവനെ ചീത്ത പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ അവന് ഈ ഒരു സുവർണാവസരം കിട്ടുമായിരുന്നില്ല എന്ന്. ദ നെക്സ്റ്റ് ഡേ ബ്രോട്ട് എ ന്യൂ റേ ഓഫ് ഹോപ്പ്. തരുൺ ഗോട്ട് അപ്പ് ഏർലി, ഹാഡ് മിൽക്ക്, ആൻഡ് ബിഫോർ ഹിസ് മദർ കുഡ് ഫിനിഷ് ഹെർ query on what he was up to, he ran out and went to the Nehru Stadium to check the details of the race. അടുത്ത ദിവസം തരുണിൻ്റെ ജീവിതത്തിലേക്ക് ഒരു പുതിയ പ്രതീക്ഷാകിരണം കൊണ്ടുവന്നു. തരുൺ വളരെ നേരത്തെ എഴുന്നേറ്റു, പാല് കുടിച്ചു. അമ്മ എന്തിനാണ് നീ ഇത്ര നേരത്തെ എഴുന്നേറ്റ്, നിൻ്റെ പരിപാടി എന്താണ് എന്ന് ചോദിക്കുന്നതിന് മുമ്പ് തന്നെ അവൻ വീടിന് പുറത്തേക്ക് നെഹ്റു സ്റ്റേഡിയത്തിലേക്ക് പോയി ആ ഓട്ട മത്സരത്തിൻ്റെ ഡീറ്റെയിലുകളൊക്കെ ഒന്ന് പരിശോധിക്കാൻ വേണ്ടി. ഹി വാസ് വെരി ഹാപ്പി ഇൻഡീഡ്. യഥാർത്ഥത്തിൽ തരുൺ വളരെയധികം സന്തോഷവാനായിരുന്നു. തരുൺ സ്റ്റാർട്ടഡ് പ്രാക്ടീസിങ് സെലസിലി. വളരെ ആവേശത്തോടു കൂടി തരുൺ പരിശീലിക്കാൻ തുടങ്ങി. എവറി ഡേ ഹി വുഡ് ഗെറ്റ് അപ്പ് അറ്റ് 4 in the morning ആൻഡ് റൺ അപ്പ് ടു 10 miles. എല്ലാ ദിവസവും അവൻ രാവിലെ 4 മണിക്ക് എഴുന്നേൽക്കുമായിരുന്നു, 10 മൈലുകളോളം ഓടുമായിരുന്നു. ഇൻ ദ ഈവനിങ്സ് ഹി വുഡ് ടൈം ഹിംസെൽഫ് അക്കോർഡിംഗ് ടു ദ 1000 meter ഡിസ്റ്റൻസ് പ്രിസ്ക്രൈബ്ഡ് ബൈ ദ കോമ്പറ്റീഷൻ. മത്സരത്തിൽ നിർദ്ദേശിക്കപ്പെട്ട 1000 മീറ്റർ ദൂരം ഓടാനുള്ള സമയം അവൻ കണ്ടെത്തുമായിരുന്നു. ഹി വാണ്ടഡ് എവറിത്തിങ് ടു ബി പെർഫെക്റ്റ്. എല്ലാം പെർഫെക്റ്റ് ആവണമെന്ന് അവൻ ആഗ്രഹിച്ചു. ഇറ്റ് വാസ് ഫോർ ദ ഫസ്റ്റ് ടൈം ഇൻ ഹിസ് ലൈഫ് ദാറ്റ് ഹി വാസ് ഡിമാൻഡിങ് സച്ച് എ പെർഫെക്ഷൻ ഇൻ തിങ്സ് ഹീ ഡിഡ്. അവൻ ആദ്യമായിട്ടായിരുന്നു അവൻ്റെ ജീവിതത്തിൽ ഇത്രമാത്രം പെർഫെക്ഷൻ അവൻ ആഗ്രഹിക്കുന്നത്. ഹി ഓൾസോ വാണ്ടഡ് സംവൺ ടു ബാക്ക് ഹിം അപ്പ്. ആരെങ്കിലും അവനെ ഒന്ന് പിന്തുണയ്ക്കണമെന്ന് അവൻ ആഗ്രഹിച്ചു. സോ ഹി ടോൾഡ് എവറിത്തിങ് ടു ഹിസ് മദർ. അതുകൊണ്ട് അവൻ എല്ലാ കാര്യവും അമ്മയോട് പറഞ്ഞു കൊടുത്തു. തരുൺ പ്രാക്ടീസ്ഡ് വിഗറസ്ലി ഫോർ 5 days ആൻഡ് ദെൻ പ്രോംപ്റ്റ്ലി മെറ്റ് രാംനാരായൺ ടു കളക്ട് ഹിസ് പാർട്ടിസിപ്പേഷൻ കാർഡ്. He gazed at the piece of paper on which his name had been printed boldly. It meant so much to him. തരുൺ പ്രാക്ടീസ്ഡ് വിഗറസ്ലി ഫോർ 5 days. 5 ദിവസത്തോളം തരുൺ ശക്തമായിട്ട് പരിശീലിച്ചു. ആൻഡ് ദെൻ പ്രോംപ്റ്റ്ലി മെറ്റ് രാംനാരായൺ ടു കളക്ട് ഹിസ് പാർട്ടിസിപ്പേഷൻ കാർഡ്. പിന്നീട് ഉടനെ തന്നെ, പ്രോംപ്റ്റ്ലി മീൻസ് സഡൻലി, പെട്ടെന്ന് തന്നെ രാംനാരായണനെ കാണാൻ പോയി അവൻ്റെ പാർട്ടിസിപ്പേഷൻ കാർഡ് വാങ്ങാൻ വേണ്ടി. ഹി ഗേസ്ഡ് അറ്റ് ദ പീസ് ഓഫ് പേപ്പർ ഓൺ വിച്ച് ഹിസ് നെയിം ഹാഡ് ബീൻ പ്രിൻറ്റഡ് ബോൾഡ്ലി. അവൻ ആ കഷ്ണം പേപ്പറിലേക്ക് തുറച്ചു നോക്കി. അവൻ്റെ പേര് വ്യക്തമായി എഴുതി വെച്ച ഭാഗം അവൻ നോക്കി. ഇറ്റ് മെൻറ്റ് സോ മച്ച് ടു ഹിം. ഇത് അവൻ ഒരുപാട് പ്രതീക്ഷ നൽകി. ഹൗവർ ഹാർഡ് ഐ മസ്റ്റ് വിൻ ദിസ് റേസ്. എത്ര കഠിനമാണെങ്കിലും ഞാൻ ഈ മത്സരത്തിൽ വിജയിക്കും, അവൻ ചിന്തിച്ചു. ഹി വാണ്ടഡ് ടു ഷോ ഹിസ് ഫാദർ ദാറ്റ് ഹി വാസ് നോട്ട് റിയലി ദ ബ്ലാക്ക് ഷീപ്പ് ഓഫ് ദ ഫാമിലി ആൻഡ് ദാറ്റ് ഹീ കുഡ് ബി ഗുഡ് അറ്റ് സംതിങ് അറ്റ് ലീസ്റ്റ്. താൻ ആ കുടുംബത്തിലെ ഒന്നിനും കൊള്ളാത്തവനല്ല എന്ന് അച്ഛനെ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അവൻ ആഗ്രഹിച്ചു. മാത്രമല്ല തനിക്ക് എന്തിലെങ്കിലും മികവുണ്ട് എന്ന് കാട്ടിക്കൊടുക്കാനും അവൻ ആഗ്രഹിക്കുകയാണ്. ഇറ്റ് വാസ് 14th November. ബോയിങ് ലോ ഫോർ ദ ബ്ലെസ്സിങ്സ് ഓഫ് ഹിസ് മദർ, തരുൺ പെഡൽഡ് അവേ ടു ദ സ്റ്റേഡിയം. അങ്ങനെ നവംബർ 14 എന്ന് പറഞ്ഞാൽ ശിശുദിനത്തിൻ്റെ ദിവസമായി കഴിഞ്ഞു. ബോയിങ് ലോ ഫോർ ദ ബ്ലെസ്സിങ്സ് ഓഫ് ഹിസ് മദർ, തൻ്റെ അമ്മയുടെ അനുഗ്രഹത്തിന് വേണ്ടി അവൻ ശിരസ് നമിച്ചു. ദെൻ പെഡൽഡ് അവേ ടു ദ സ്റ്റേഡിയം. അതിനുശേഷം സൈക്കിളിൽ സ്റ്റേഡിയത്തിലേക്ക് പോയി. There was a huge crowd waiting to go inside. സ്റ്റേഡിയത്തിനുള്ളിലേക്ക് കടക്കാൻ വേണ്ടി
വലിയൊരു ജനാവലി പുറത്ത് കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. തരുൺ എൻറ്റേർഡ് ദ ഓഫീസ് വെർ എ സൈൻ ബോർഡ് റെഡ് പാർട്ടിസിപ്പൻസ് ഓൺലി വിത്ത് ഹിസ് ഹാർട്ട് ബീറ്റിംഗ് ഫാസ്റ്റർ എവറി സെക്കൻഡ്. തരുൺ ഉടനെ തന്നെ ഒരു ഓഫീസിലേക്കാണ് കടന്നു ചെന്നത്. അവിടെ ഒരു സൈൻ ബോർഡ് ഉണ്ടായിരുന്നു, പാർട്ടിസിപ്പൻസ് ഓൺലി. ഓരോ സെക്കൻഡിലും അവൻ്റെ ഹൃദയം ഇങ്ങനെ മിടിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ടായിരുന്നു, ശക്തമായി മിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഇൻസൈഡ് there were about 50 participants waiting for the race to begin. സ്റ്റേഡിയത്തിനകത്ത് ഏതാണ്ട് 50ഓളം മത്സരാർത്ഥികൾ മത്സരം തുടങ്ങുന്നതും കാത്തിരിക്കുകയായിരുന്നു. He felt someone patting him on the shoulders. ഹലോ തരുൺ, ഇറ്റ് വാസ് രാം നാരായൺ. അത് രാം നാരായണനായിരുന്നു. ഓൾ ദ ബെസ്റ്റ്, ഹീ സെഡ് എഫെക്ഷനേറ്റ്ലി. നിനക്ക് എല്ലാവിധ വിജയങ്ങളും നേരുന്നു, അയാൾ സ്നേഹത്തോടെ പറഞ്ഞു. തരുൺ സ്മൈൽഡ് അറ്റ് ഹിം ബട്ട് ഡിഡ് നോട്ട് സേ എ വേർഡ്. തരുൺ അദ്ദേഹത്തെ നോക്കി പുഞ്ചിരിച്ചു, പക്ഷേ ഒരു വാക്കുപോലും പറഞ്ഞില്ല. ഫിയർ ഹാഡ് ഗ്രിപ്ഡ് ഹിം ഫ്രം ഹെഡ് ടു ഫൂട്ട്. ശിരസ് മുതൽ പാദം വരെ ഭയം അവനെ പിടിച്ചിരുന്നു. ഓൾ ദ പാർട്ടിസിപ്പൻസ് ലൈൻഡ് അപ്പ്. എല്ലാ മത്സരാർത്ഥികളും വരിവരിയായി നിന്നു. എവരി ഫേസ് ഗ്ലിറ്റേർഡ് വിത്ത് ദ ഹോപ്പ് ഓഫ് വിന്നിങ് ദ റേസ്. താൻ വിജയിക്കുമെന്ന പ്രതീക്ഷയോടുകൂടി ഓരോരുത്തരുടെയും മുഖം തിളങ്ങി. ഈച്ച് വൺ ഓഫ് ദം ഹാഡ് ഹിസ് ഫാമിലി ആൻഡ് ഫ്രണ്ട്സ് ഇൻ ദ സ്റ്റാൻഡ്സ് ടു ചിയർ ഫോർ ഹിം. ഓരോരുത്തർക്കും അവരവരുടേതായ കുടുംബവും സുഹൃത്തുക്കളും അവിടെ എത്തിയിരുന്നു അവരവരെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി. ടു ഹിസ് അമേസ്മെൻറ്റ് തരുൺ കോട്ട് സൈറ്റ് ഓഫ് ഹിസ് മദർ ഇൻ ദ സ്റ്റാൻഡ്സ്. അതിശയകരമെന്ന് പറയട്ടെ, തരുണിന് ഗാലറിയിലുള്ള തൻ്റെ അമ്മയെ ദൃഷ്ടിയിൽപ്പെട്ടു. ദ ഫിയർ ഇൻ ഹിസ് ഐസ് ഗേവ് വേ ടു കോൺഫിഡൻസ്. അവൻ്റെ ഉള്ളിലുള്ള ഭയം ആത്മവിശ്വാസത്തിന് വഴിമാറിക്കൊടുത്തു. ദ വിസിൽ ബ്ലൂ ആൻഡ് ഓൾ ദ പാർട്ടിസിപ്പൻസ് സ്റ്റാർട്ടഡ് ഓഫ് വിത്ത് ഓൾ ദെയർ മൈറ്റ്. വിസിലടിച്ചു. ഈ സമയത്ത് എല്ലാ മത്സരാർത്ഥികളും അവരുടെ ശക്തി ഉപയോഗിച്ചുകൊണ്ട് ഓടിത്തുടങ്ങി. ദേ വർ ഓൾ ഡിറ്റർമൈൻഡ് ടു ബി ദ വിന്നർ ഓഫ് ദ റേസ്. താൻ വിജയിക്കുമെന്ന ദൃഢനിശ്ചയം അവരിലെല്ലാവർക്കും ഉണ്ടായിരുന്നു. ഇൻ ദ ലീഡ് വാസ് ദ ഫാസ്റ്റസ്റ്റ് ഓഫ് ദം ഓൾ തരുൺ. അവരിൽ ഏറ്റവും വേഗതയുള്ള തരുൺ തന്നെയായിരുന്നു മുന്നിൽ. സീയിങ് ഹിംസെൽഫ് എഹെഡ് ഓഫ് എവരിബഡി, തരുൺ ഫെൽറ്റ് വെരി പ്രൗഡ് ഓഫ് ഹിംസെൽഫ്. എല്ലാവർക്കും മുന്നിലാണ് താനെന്ന് കണ്ടപ്പോൾ തരുണിന് അഭിമാനം തോന്നി. ഓൺ ദ ട്രാക്ക് ദർ വാസ് എ ഷാലോ പാത്ത്. ട്രാക്കിൽ നിരപ്പില്ലാത്ത ഒരു സ്ഥലമുണ്ടായിരുന്നു. ആസ് ഹി വാസ് റണ്ണിങ് ഫാസ്റ്റ് തരുൺ ഡിഡിൻറ്റ് നോട്ടീസ് ദാറ്റ് ആൻഡ് ഹീ സ്ലിപ്ഡ്. വളരെ വേഗതയിലായിരുന്നതിനാൽ തരുണിന് ആ നിരപ്പില്ലാത്ത ഭാഗം ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല. അവൻ്റെ കാൽ വഴുതി. ബ്രീത്തിങ് ഫാസ്റ്റ് ഹീ സോ ദ അതർ കിഡ്സ് ഗോയിങ് പാസ്റ്റ് ഹിം. കിതച്ചുകൊണ്ട് മറ്റു കുട്ടികൾ അവനെ മറികടന്നു പോകുന്നത് അവൻ കണ്ടു. ഹീ കുഡ് നോട്ട് ബി എ ലൂസർ ടുഡേ. അവനിന്ന് പരാജിതനാകാൻ കഴിയുമായിരുന്നില്ല. ആൻഡ് സോ വിത്തൗട്ട് വേസ്റ്റിംഗ് എ സെക്കൻഡ് ഹീ ഗോട്ട് അപ്പ് ടു റൺ വൺസ് മോർ. അതുകൊണ്ട് ഒരു സെക്കൻഡ് പോലും പാഴാക്കാതെ ഒരിക്കൽ കൂടി ഓടാനായി അവൻ എഴുന്നേറ്റു. ബീയിങ് ക്യുക്ക് തരുൺ ഓവർ ടുക്ക് എ ഫ്യൂ കിഡ്സ് എഹെഡ് ഓഫ് ഹിം. വളരെ വേഗത അറിയിച്ചുകൊണ്ട് തരുൺ അവൻ്റെ മുമ്പിലുള്ള കുറച്ച് കുട്ടികളെ മറികടന്നു. ബട്ട് ആസ് ഫേറ്റ് ഹാഡ് ഇറ്റ് ഹീ സ്ലിപ്ഡ് വൺസ് അഗെയിൻ. പക്ഷേ വിധി വീണ്ടും വന്നു. അവൻ വീണ്ടും കാൽ വഴുതി വീണു. വാട്ട് വാസ് ഹാപ്പനിങ് ടു ഹിം? എന്താണ് അവന് സംഭവിച്ചുകൊണ്ടിരുന്നത്? ഹീ കുഡ് നോട്ട് ബെയർ ഇറ്റ്. അവനത് സഹിക്കാനേ കഴിഞ്ഞില്ല. ഹീ ലുക്ക്ഡ് ഇൻ ടു ദ ക്രൗഡ് ആൻഡ് സോ ഹിസ് മദർ. അവൻ ജനക്കൂട്ടത്തിലേക്ക് നോക്കി.
അവൻ്റെ അമ്മയെ കണ്ടു. ഷി വാസ് സെയിങ് സംതിങ് ടു ഹിം. അമ്മ അവനോട് എന്തോ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഗെറ്റ് അപ്പ് സൺ, ഗെറ്റ് അപ്പ് ആൻഡ് റൺ. എഴുന്നേൽക്കു മകനെ, എഴുന്നേൽക്കു, ഓടൂ എന്നാണ് അമ്മ വിളിച്ചു പറയുന്നത്. തരുൺ ഗോട്ട് അപ്പ് വൺസ് അഗെയിൻ. തരുൺ ഒരിക്കൽ കൂടി എഴുന്നേറ്റു. ഹി വാസ് എമംഗ് ദ ലാസ്റ്റ് ഫ്യൂ. ഇപ്പോൾ അവൻ അവസാനത്തെ കുറച്ച് പേർക്കിടയിലായിരുന്നു. ബട്ട് ഹി ഡിഡിൻറ്റ് ഗിവ് അപ്പ്. എന്നാൽ അവൻ്റെ ഓട്ടം ഉപേക്ഷിക്കാൻ അവൻ തയ്യാറായില്ല. വൺസ് മോർ ഹി ഓവർടുക്ക് സം ചിൽഡ്രൻ. ഒരിക്കൽ കൂടി അവൻ കുറച്ച് കുട്ടികളെ കൂടി മറികടന്നു. സിൻസ് ഹി വാസ് ഫ്രെറ്റിംഗ് എ ലിറ്റിൽ ടു മച്ച്, ഹി ഫെൽ എ തേർഡ് ടൈം. ഇപ്പോൾ അവൻ അല്പം കൂടി പ്രയാസത്തിലായിരുന്നതിനാൽ മൂന്നാം പ്രാവശ്യവും അവൻ വീണു. ടിയേഴ്സ് വർ റോളിംഗ് ഡൗൺ ഹിസ് ചീക്സ്. കണ്ണുനീർത്തുള്ളികൾ അവൻ്റെ കവിൾത്തടത്തിലൂടെ ഒഴുകിക്കൊണ്ടിരുന്നു. ഹൗ വിൽ ഹി ഗെറ്റ് ഇൻ ടു രാംനാരായൺസ് ട്രെയിനിങ് നൗ? ഇപ്പോൾ അവനെങ്ങനെ രാംനാരായണൻ്റെ പരിശീലനം കിട്ടും? ഹൗ വിൽ ഹി പ്രൂവ് ടു ഹിസ് പേരൻസ് ദാറ്റ് ഹി വാസ് ടാലൻറ്റഡ്? എങ്ങനെ അവൻ കഴിവുള്ളവനാണെന്ന് രക്ഷിതാക്കളെ കാണിച്ചു കൊടുക്കാൻ കഴിയും? ഹി വാസ് ദ ലാസ്റ്റ് കിഡ് ഓൺ ദ ട്രാക്ക്. അവനായിരുന്നു ആ ട്രാക്കിലെ അവസാനത്തെ കുട്ടി. ഹീ ടേൺഡ് ഹിസ് ഐസ് ടുവേർഡ്സ് ദ സ്റ്റാൻഡ്സ്. അവൻ്റെ കണ്ണുകൾ അവൻ ഗാലറിയിലേക്ക് തിരിച്ചു. ദെൻ ഹീ ഹേർഡ് രാംനാരായൺ സ്ക്രീമിങ് ഫ്രം സംവെയർ. രാംനാരായൺ എവിടെ നിന്നോ അലറി വിളിക്കുന്നത് അവൻ കേട്ടു. കമോൺ തരുൺ, റൺ. ആൻഡ് സോ ഹി ഗോട്ട് അപ്പ് എ തേർഡ് ടൈം. തരുൺ, എഴുന്നേറ്റ് ഓടൂ എന്നായിരുന്നു അയാൾ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നത്. തരുൺ മൂന്നാം പ്രാവശ്യവും എഴുന്നേറ്റു. ദിസ് 12-year-old ഡിറ്റർമൈൻഡ് ബോയ് ഹു വാസ് ലാസ്റ്റ് ഓൺ ദ ട്രാക്ക് ഗോട്ട് അപ്പ് ആൻഡ് റാൻ വിത്ത് ഓൾ ദ സ്ട്രെങ്ത് ഈ ഹാഡ്. ഏറ്റവും ഒടുവിലായിരുന്ന ഈ കുട്ടി എഴുന്നേറ്റ് അവനിലുള്ള എല്ലാ ശക്തി ഉപയോഗിച്ചുകൊണ്ട് അവൻ ഓടാൻ തുടങ്ങി. ദ ക്രൗഡ് വാസ് ചിയറിങ് ഫോർ പവൻ. ജനക്കൂട്ടം പവനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ദ ബോയ് ഹൂ ഹാഡ് വൺ ദ റേസ്. അവനായിരുന്നു ആ ഓട്ട മത്സരത്തിൽ വിജയം നേടിയത്. ബട്ട് ടു തരുൺസ് സർപ്രൈസ് ദർ വാസ് എ ലൗഡർ അപ്ലോസ് വെൻ ഹി ക്രോസ്ഡ് ദ ഫിനിഷിംഗ് ലൈൻ ലാസ്റ്റ്. പക്ഷേ തരുണിനെ തന്നെ അതിശയപ്പെടുത്തുന്ന രീതിയിൽ വലിയൊരു കയ്യടി അവന് കിട്ടിയിരുന്നു അവസാനമായിട്ട് അവൻ ഫിനിഷിംഗ് ലൈൻ മുറിച്ച് കടക്കുന്ന സമയത്ത്. ദ ഓഡിയൻസ് ചിയേർഡ് ഫോർ ഹിസ് ഡിറ്റർമിനേഷൻ ആൻഡ് ഹിസ് വാലർ ഫോർ നെവർ ഗിവിങ് അപ്പ്. ഒരിക്കലും ഉപേക്ഷിക്കാത്ത അവൻ്റെ ദൃഢനിശ്ചയത്തെയും ധൈര്യത്തെയുമാണ് ജനക്കൂട്ടം പ്രോത്സാഹിപ്പിച്ചത്. He bowed his head with shame and said to Ramnarayan, I am sorry sir, I lost. രാംനാരായണൻ്റെ മുന്നിൽ അവനവൻ്റെ തല കുനിച്ചു. എന്നിട്ട് പറഞ്ഞു, ക്ഷമിക്കണം സർ, ഞാൻ പരാജയപ്പെട്ടിരിക്കുന്നു എന്ന്. നോ സൺ, ടു മീ യു ഹാവ് വൺ ദ ടഫസ്റ്റ് റേസ്, ദ റേസ് ഓഫ് യുവർ ലൈഫ്. ഇല്ല മകനെ, ഇല്ല, നീ ഏറ്റവും പ്രയാസമേറിയ ഓട്ടമത്സരത്തിൽ നീ വിജയം നേടിയിരിക്കുകയാണ്, നിൻ്റെ ജീവിതമാകുന്ന ഓട്ടമത്സരത്തിൽ. യു ഗോട്ട് അപ്പ് ആൻഡ് സ്റ്റാർട്ടഡ് എ ഫ്രഷ് ഈച്ച് ടൈം യു ഫെൽ. നീ വീണ ഓരോ സമയത്തും നീ എഴുന്നേറ്റ് ഓടി. യു ആർ എ റിയൽ ലൈഫ് ഹീറോ. നീയാണ് യഥാർത്ഥ ഹീറോ. യുവർ ട്രെയിനിങ് സ്റ്റാർട്ട്സ് ടുമോറോ. നിൻ്റെ ട്രെയിനിങ് നാളെ തുടങ്ങുന്നു. തരുൺ കുഡ് നോട്ട് ബിലീവ് ഹിസ് ഇയേഴ്സ്. തരുണിന് അവൻ്റെ കാതുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ടിയേഴ്സ് ഫിൽഡ് ഹിസ് ഐസ് അഗെയിൻ. വീണ്ടും കണ്ണുനീർ അവൻ്റെ കണ്ണുകളിൽ നിറഞ്ഞു. ഹീ സ്മൈൽഡ് അറ്റ് ഹിസ് മദർ ഹൂ ഹഗ്ഡ് ഹിം ആൻഡ് സെഡ്, യു ആർ ദ ബെസ്റ്റ് സൺ ഇൻ ദ വേൾഡ്. അവൻ അവൻ്റെ അമ്മയെ നോക്കി പുഞ്ചിരിച്ചു. അവൻ്റെ അമ്മ അവനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു,
നീയാണ് ഈ ലോകത്തിലെ ഏറ്റവും നല്ല മകൻ. യെസ്, ദ ലെസൺ ഈസ് ഓവർ. റീഡ് ദ സ്റ്റോറി 2-3 times and try to find out the answers to your textual questions. Thank you. Bye.